Hi dear friends, welcome back TravelLoversbymunna. ഇന്നൊരു മോർണിംഗ് തൊട്ട് ഈവനിങ് വരെയുള്ളൊരു വ്ളോഗാണ്. അതിലൊരു ചെറിയൊരു ക്രാഫ്റ്റും അതേപോലെ പൂരം വറുക്കണ ഒരു റെസിപ്പി ഉണ്ട്. പൂരം ചില നാട്ടിൽ അത് അവലോസം പൊടി എന്ന് പറയും. പിന്നെ മോർണിംഗിലൊന്ന് പുറത്ത് നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ട കുറച്ച് ചെറിയ ചെറിയ കാഴ്ചകളുമാണ്. നമ്മൾ മോർണിംഗിൽ ഇറങ്ങിയ ടൈമിൽ കുറച്ച് മഴക്കാറുണ്ടായിരുന്നു. രാത്രിയിൽ നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ നടക്കുന്ന ടൈമിലിറങ്ങും വലിയ മഴ ഉണ്ടായിരുന്നില്ല. പിന്നെ വേഗം നടക്കാൻ ഇറങ്ങി. ഒരു 2-3 കിലോമീറ്റർ ഉണ്ടാവും. അങ്ങനെ റൗണ്ട് അടിച്ച് നടന്ന് പോരാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ എന്നും നടക്കാൻ പോകുമ്പോൾ ഈ മയിലുകൾ അവിടെ ഉണ്ടാവട്ടെ, ഒരു 5-6 മയിലുകളുണ്ടാവും. പണ്ടൊക്കെ നമ്മൾ സൂവിലൊക്കെ പോണ മയിലുകളെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ പാടത്താണ് അവർ ഒരു 5-6 എന്തായാലും ഉണ്ടാവും. അത് മഴക്കാറുള്ള ടൈമിൽ അവർ നല്ല പീല് വിടർത്തിയിട്ട് നല്ല രസമാണ് കാണാനേ. അതുപോലെ ആ മോർണിംഗിൽ സൂര്യൻ ഉദിച്ച് വരുന്ന ടൈമിൽ ആ മഞ്ഞും കൂടെ കാണാനുള്ള രസം അടിപൊളിയാണ്. അത് ഈ പാടഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് കാണാനും പറ്റുക. ഈ ഒരു സംഭവം മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. പറമ്പുകളിലൊക്കെ ഇതേപോലെ മഞ്ഞ് ടൈമുള്ള ടൈമിലൊക്കെ ഈ ഒരു സംഭവം ചെടിയുമ്പോൾ കാണാം. അതെന്താ ഊമൻ തുപ്പിയതാ അങ്ങനെയൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും അതെന്താ സംഭവം എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. അതെന്ത് തുപ്പണത് അതെന്താന്നുള്ളത് ഒരു പിടുത്തവും എനിക്കിപ്പോഴും അറിയില്ല. അവിടുന്ന് പിന്നെ ഞങ്ങൾ നടത്തൊക്കെ നടത്തം ഞങ്ങൾ കഴിഞ്ഞെത്തില്ലെല്ലാം നല്ല മഴയും പെയ്തിട്ടാണ്. അന്ന് കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഈ ഭാഗങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും മഴ തുടങ്ങിയിട്ട് ഞങ്ങൾ നടന്നു വരലും നല്ല മഴയും പെയ്തു. മഴയൊക്കെ തോർന്നു കഴിഞ്ഞപ്പോൾ റോസാപ്പൂവൊക്കെ ആകെ വെള്ളം നിറഞ്ഞിട്ട് നിൽക്കുകയാണ്. പിന്നെ അത് ഇനിയും അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചീഞ്ഞു പോകും. അവിടെ നിന്ന് ചീനേക്കാളും നല്ലതല്ല നമുക്ക് റൂമിൽ കൊടുന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് റൂമിൽ കൊടുന്ന് വെച്ച്. നമ്മൾ ഈ റൂമിൽ ഏത് ചെടിയാണെങ്കിലും, ചെടിയല്ല പൂവാണെങ്കിലും വെക്കുമ്പോൾ കുറച്ച് പഞ്ചസാര ആ വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ കുറച്ച് ദിവസം, ഇപ്പോൾ ഒരു 2 ദിവസം നിൽക്കുന്ന ചെടിയാണ് പൂവാണെങ്കിൽ ഒരു 2-3 ദിവസം എന്തായാലും ഈ ഒരു സംഭവം വാടാണ്ട് നിൽക്കും. നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി, ഓവറായിട്ടൊന്നും ഇടണ്ട. ആ വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ മുന്നേക്ക് ഓൺലൈൻ ക്ലാസ് കാലത്തും ഉണ്ടായിരുന്നു, പിന്നെ ഈവനിങ്ങിലും ഉണ്ടായിരുന്നു. അപ്പോൾ മോർണിംഗിലത്തെ ക്ലാസ് തുടങ്ങി. പിന്നെ അവനവിടെ ക്ലാസ്സിലെടുത്തിട്ട് ഞാൻ പിന്നെ പൂരി ഉണ്ടാക്കാൻ വന്ന്. ഈ പൂരിയിൽ കുറച്ച് എന്താ പറയുക, നമ്മൾ ഗോതമ്പ് പൊടിയിൽ കുറച്ച് അരിപ്പൊടി ഇടുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അത് പൊരിച്ച് വരുമ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. കുറച്ച് ടൈം കഴിഞ്ഞാലും അതിൽ തളർന്ന പോലെ കിടക്കില്ല. ആ തളർന്ന പോലെ ഈ അരിപ്പൊടി ചേർക്കുമ്പോൾ കിടക്കില്ല. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് പൂരി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ, ഗോതമ്പ് പൊടി മാത്രമല്ലാണ്ട്. പിന്നെ ഇനി പൂരിയിലേക്ക് മസാലക്കറി ഉണ്ടാക്കണം. മസാലക്കറി ഞാൻ ഒരിക്കൽ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, ഫുള്ള് റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ അതൊന്ന് പോയി കാണുക. പിന്നെ മുന്നേടെ ക്ലാസ് കഴിയുമ്പോഴത്തേനും വേഗം പൂരിയും കറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ കാലത്ത് തന്നെ അവനക്ക് കഴിക്കാൻ പറ്റാത്ത കാരണം പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഫുഡ് കൊടുക്കാറുള്ളൂ. ചായ കുടിച്ച് എണീക്കുമ്പോഴും പുറത്ത് നല്ല മഴ ഉണ്ട്. മഴ അപ്പോഴും തീർന്നിട്ടില്ല. കാലത്ത് ഞങ്ങൾ നടത്തം കഴിഞ്ഞ് വന്നപ്പോൾ തുടങ്ങിയിട്ടുള്ള മഴയുണ്ട്. പിന്നെ അങ്ങനെ നിന്നിട്ടില്ല, മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞതിന് ശേഷം റൂമിലത്തെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി. കാരണം മഴ പെയ്യുമ്പോൾ നമുക്ക് എന്തോ ഒരു ഈർപ്പുള്ള പോലത്തെ ഒരു ഫീലിംഗ് ആണ് ബെഡിലൊക്കെ. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബെഡ്ഷീറ്റ് മാറ്റും. അപ്പോൾ പിന്നെ നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുകയല്ല. പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി പിന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ചവിട്ടിയും കാര്യങ്ങളൊക്കെ ഒന്നെടുത്ത് വാക്യൂം ചെയ്ത്, അതേപോലെ സോഫയും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്.
സോഫ ക്ലീൻ ചെയ്യുമ്പോഴും അതേപോലെ നമ്മളെ കുഞ്ഞു ബേബികളുടെ ഈ ബെഡ് അതേപോലെയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതിലത്തെ കുഞ്ഞു കുഞ്ഞു എന്താ പറയുക കച്ചറ പോലും ഈ ഒരു സംഭവത്തെയും അത് ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് നല്ല എന്താ പറയുക, ഇതിപ്പോൾ ഞങ്ങൾ വാങ്ങിയത് ഐക്യെന്നാണ്. 5 ദിർഹംസോ 2 ദിർഹംസോ അങ്ങോട്ട് ഉള്ളു, അധികം റേറ്റ് ഒന്നുമില്ല ഈ സംഭവത്തിന്. അത് നല്ലൊരു സംഭവമാണ് കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ മുടികളോ അതേപോലെ ചെറിയൊരു കച്ചറ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സംഭവത്തെയും അത് ഒട്ടിപ്പിടിച്ച് കിട്ടും. ഞാൻ സോഫയുടെ മേലെ ഇടയ്ക്ക് ഇതേപോലെ ക്ലോത്ത് മാറ്റി മാറ്റി ഇടും കേട്ടോ. കാരണം നമ്മളെപ്പോഴും പോയി ഇരിക്കുമ്പോൾ അധികം ഈ എണ്ണമയവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് പോകും. അപ്പോൾ ഈ ഒരു സംഭവം ബ്ലാങ്കറ്റ് ഞാൻ മുറിച്ചിട്ട് അത് നമുക്ക് ഷീറ്റാക്കിയിട്ടുള്ളതാണ്. ഇതോടുക്കനെ മെയിനായിട്ടുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ അതിൻ്റെ മേലെ നിന്ന് എടുത്ത് മറ്റേ ക്ലോത്തൊക്കെ ഞാൻ കഴുകാൻ കൊണ്ടിട്ട് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിലൊന്ന് വന്ന്. അപ്പോൾ പിന്നെ ഉമ്മ എന്ത് പറഞ്ഞ് പൂരുണ്ടാക്കാന്ന് പറഞ്ഞ്. അപ്പോൾ അരിയും ഇതേപോലെ പൊടിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇക്കത് കാലത്ത് തന്നെ പൊടിപ്പിക്കാൻ കൊണ്ടുപോയി. അപ്പോഴത്തേനും പിന്നെ ഇവിടെ പൂരത്തിനുള്ള തേങ്ങയൊക്കെ പൊളിച്ച് തേങ്ങയൊക്കെ ചിരകി ഒക്കെ സെറ്റാക്കി വെച്ച്. പിന്നെ ഇപ്പോൾ ഇത് പൂരുണ്ടാക്കാനുള്ളത് ഇപ്പോൾ പൊടിച്ചു കൊടുന്ന പൊടിയും അതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങയും പിന്നെ കരിഞ്ജീരകവും ഉപ്പും പിന്നെ ചിലവരിതിൽ കോഴിമുട്ട ആഡ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇത് നല്ല പോലെ മിക്സാക്കി കിട്ടണം കേട്ടോ. നന്നായിരുന്ന് നല്ല പോലെ ഇത് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മളിത് പിന്നെ അടുപ്പത്തേക്ക് കയറ്റിയിട്ട് ഇത് വറക്കാൻ വെക്കുള്ളൂ. നമ്മൾ അധികം കണ്ട് മൂപ്പിക്കില്ല കേട്ടോ. നല്ല പോലെ അങ്ങനെ ബ്രൗണിഷ് അധികം കളർ നമ്മൾ വരുത്തിക്കുന്നില്ല. നമുക്കിവിടെ ആർക്കും അങ്ങനത്തെ ആ ഒരു നല്ല പോലെ ബ്രൗൺ കളർ ഇഷ്ടമല്ല. അധികം ഒരു നമുക്ക് പാൽച്ചായയുടെ ഒക്കെ ഒരു കളർ വരില്ലേ, ആ ഒരു കളറേ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ. ചിലയിടത്ത് കാണാം അതിലും ഓവറായിട്ടുള്ള കളറ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് സംഭവം കിട്ടൂല. അപ്പോൾ ഇതാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും ഉണ്ട്, സ്മെല്ലും ഒക്കെ എടുക്കും. അധികം കണ്ട് മൊരിയാണ്ടിരിക്കും. നമുക്ക് പൂരം മറക്കാൻ വേണ്ടിയിട്ട് തേങ്ങ പൊളിക്കാനുള്ളൊരു ഗ്യാപ്പ് മഴ തന്നു കേട്ടോ. അതിനുശേഷം നല്ല മഴ പിന്നെയും തുടങ്ങി. നല്ല മഴ എന്ന് പറഞ്ഞാൽ കാറ്റും നല്ല മഴയായിരുന്നു. പിന്നെ ഉമ്മ പിന്നെ പൂരം മറക്കാൻ നിന്ന കാരണം അധികം കറിയും കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാൻ വേണ്ടിയിട്ട് ഒരു സാമ്പാർ ചീര പൊട്ടിച്ചു കൊടുത്തിട്ട് പരിപ്പിട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. പരിപ്പും തക്കാളിയും കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് അതൊന്ന് വെന്ത് വരുമ്പോൾ ഈ സാമ്പാർ ചീര ഒന്നിട്ടിട്ട് ഇളക്കിയെടുത്താൽ മതി. അത് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട. അത് ഓവറായി കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു കൊഴുപ്പ് ഫീലിംഗാണ് വരിക. ഇത് ഒന്ന് വെന്ത് ഇതൊന്ന് സെറ്റാക്കി പെട്ടെന്ന് എടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതൊന്ന് നമ്മൾ കടുകറുത്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ കറി ഇത് മാത്രമുള്ളൂ, വേറെ ഒന്നും ഉണ്ടാക്കുകയും ചെയ്തില്ല. കാരണം ഉമ്മ അവിടെ പൂരം മറക്കണ കാരണം പെട്ടെന്ന് ഉമ്മക്കത് അതിൽ ഉമ്മ നിൽക്കണ കാരണം വേറെ ഒന്നും കറി ഉണ്ടാക്കിയില്ല. ബിരിയാണിയോ അതോ നമ്മൾ സ്പെഷ്യൽ എടുക്കുമ്പോൾ മാത്രമല്ല നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുക. പരിപ്പ് കറി വെക്കുമ്പോൾ നമുക്ക് വ്ളോഗൊക്കെ എടുക്കാം. അപ്പോൾ അങ്ങനെ പരിപ്പ് കറി ആയിരുന്നു അന്നത്തെ ദിവസം. വേറെ ഒന്നുമില്ല, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം പുറത്തിരുന്ന് അപ്പോൾ നല്ല മഴ ചാറ്റലുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ഉണ്ടാക്കി. ഞാനിപ്പോൾ ഈ ഒരു ഫെദറാണ് ഉണ്ടാക്കുന്നത്. ഈ ഫെദർ ഉണ്ടാക്കാൻ ഈ ഒരു എന്താ പറയുക, നമ്മൾ നൂലുകൊണ്ടൊന്നല്ല ഉണ്ടാക്കുക. പക്ഷെ ഞാനൊന്ന് ട്രൈ ചെയ്തെന്നുള്ളൂ. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത്, എന്നാലും കുഴപ്പമില്ല. അവസാനം ഫിനിഷിങ്ങിൽ അത് നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുറച്ച് കട്ടിയും കൂടെ ഉള്ള നൂലാവുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു നൂല് നമ്മൾ ഏതെങ്കിലും ഒരു വടിയുമ്മലും ആന്തിരയിലും ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഇനി ബാക്കിയുള്ള നമ്മൾ ഒരേ ലെങ്ത്തിൽ നൂലുകൾ എടുക്കുകയാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് വരുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി ഒരു നൂല് ഈ സെൻട്രലത്തെ നൂലിൻ്റെ മേൽഭാഗത്തും വേറൊരു നൂല് അതിൻ്റെ അടിഭാഗത്തും വെച്ചിട്ട് ഈ രണ്ട് ഹോള് പോലത്തെ ഭാഗങ്ങളില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ രണ്ടെണ്ണം കൂടി എടുക്കുക. എന്നിട്ട് അത് രണ്ടൊന്ന് മുറുക്കി കഴിഞ്ഞാൽ അത് കെട്ടായി. അതന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എത്ര വലുപ്പം വേണം, അതേപോലെ എത്ര ലെങ്ത്ത് വേണം എന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ഇപ്പോൾ ഞാനതൊന്ന് ഷേപ്പാക്കി എടുക്കുകയാണ്. ഇത് നമ്മളൊന്ന് ഷേപ്പാക്കി എടുത്ത് കഴിഞ്ഞിട്ടൊന്ന് ചീവി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസത്തിൽ എടുക്കും. അധികം പൈസ ചിലവില്ലാണ്ട് തന്നെ റൂമൊക്കെ നല്ല രസങ്ങളാക്കി എടുക്കാം. നമുക്ക്
അവലോസ് ഉണ്ട ഉണ്ടാക്കും, അതേപോലെ പഴവും ഈ പൂരം പൊടിയും കൂട്ടിയിട്ട് കഴിക്കും, അതേപോലെ പഴം തിരുമ്പിയിട്ട് അതും ബോളാക്കി കഴിക്കും. എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ ഇതേപോലെ പഞ്ചസാരയും ചായ ഒഴിച്ചിട്ട് കഴിക്കാനാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഓർമ്മയാണ്. പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ഇട്ട് വരുന്ന ടൈമിൽ ഉമ്മ പൂരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിശന്ന് വരുന്ന ടൈമിൽ ഇതേപോലെ വെറും ചായയും പൂരം അതേ പഞ്ചസാരൊക്കെ ഇട്ടിട്ട് ഒരു കഴിക്കലുണ്ട്. ആ നേരത്ത് ഭയങ്കര ടേസ്റ്റാണ് ആ ഒരു പൂരത്തിന്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും ചെറുതായിട്ട് മഴ ഒന്ന് ചാറുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ മഴ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് വെയിലൊക്കെ ഉദിച്ചതാണ്. പിന്നെയും ഇപ്പോൾ ഇതാ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മുന്നാക്കാണെങ്കിൽ ആ വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ ഇറങ്ങി കളിക്കണ്. അതേപോലെ മഴ പെയ്താൽ കിട്ടുന്ന വേറൊരു സംഭവമാണ് കണ്ണിനീര്. ഈ ഒരു സംഭവം പഠിച്ചത് ആരും ചെറുപ്പത്തിൽ ഇതേപോലെ കണ്ണിൽ ഇതൊന്നും ഇറ്റിക്കാത്ത ആരും ഉണ്ടാവില്ല. കാരണം കണ്ണിനീര് തപ്പിയിട്ട്, അതേപോലെ നമ്മൾ മദ്രസയിലൊക്കെ പോയി വരുന്ന ടൈമിലും ഒക്കെ ഈ കണ്ണിനീര് തപ്പിയിട്ട് ഇങ്ങനെ നടന്നിട്ടാണ് വീട്ടിലേക്കൊക്കെ വരിക. കസിൻസുകളൊക്കെ ഉള്ളപ്പോൾ ഇതേപോലെ മഴക്കാലത്തൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഇതേപോലെ കണ്ണുനീര് പൊട്ടിക്കാൻ പോകും. എന്നിട്ട് ആ കണ്ണുനീരൊക്കെ പൊട്ടിച്ച് നമ്മൾ കണ്ണിലൊക്കെ തേച്ചിട്ടുണ്ട് പോരും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ വലിയവരെയൊക്കെ ഒന്ന് ചീത്തയും കേൾക്കും, അടിയും കിട്ടും. അങ്ങനത്തെ ഒക്കെ സംഭവമാണ് കണ്ണുനീര് കാണുമ്പോഴുള്ള ഓർമ്മകൾ. ഈ ഒരു കണ്ണീരിൻ്റെ കഥയോടൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വ്ളോഗുമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.